നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പെണ്ണ് എന്റെ മകൾ നന്ദിനി. അതിന് ദേവി സമ്മതിക്കും അമ്മേ? അവളുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. സമ്മതിക്കാതിരിക്കാൻ തൽക്കാലം കാരണമൊന്നുമില്ലല്ലോ. പഴയ കാര്യങ്ങളൊക്കെ അവര് മറക്കും. എനിക്കൊരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. ദേവി എന്തെങ്കിലും കാരണവശാല് ഇക്കാര്യം നിരസിച്ചാല് പിന്നെ ഒരിക്കലും ദേവി നിർബന്ധിക്കരുത്. ഞാൻ ദേവിയെ ഒത്തിരി കരയിപ്പിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അവള് മനസമാധാനത്തോടെ ജീവിക്കണം. അത് മാത്രമേ എന്റെ ആഗ്രഹം. ഇപ്പോഴാ മോനെ നീ ഞങ്ങളുടെ മകനായത്. നിന്നെ പ്രസവിച്ച ഈ അമ്മയ്ക്ക് നിന്റെ ഈ വാക്കുകള് എത്ര അഭിമാനകരമാണെന്നോ. നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞതത്രയും ദൈവം കണ്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ മകനെ ദൈവം എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു. അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കും. ഞങ്ങളെ സമ്മതിപ്പിച്ചിരിക്കും. ഇങ്ങേരെ കൂടി കല്യാണം കഴിച്ച് അതിൽ കുറെ കുഞ്ഞുങ്ങളും ഉണ്ടായിട്ട് ചെമ്പകമംഗലത്തെ ഷെയറുകൾ ചെതറിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് വേറെ വഴിയുണ്ട്. ഷോപ്പിംഗ് മോളിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ഒരു 5 മിനിറ്റ് ഇറങ്ങി നിൽക്കാം അല്ലേ? നല്ല ബെസ്റ്റ് പ്ലേസ് അത്. ശരി ഏട്ടാ. ഇറങ്ങും ദേവമേ, ഇറങ്ങും. നല്ല സ്ഥലം അല്ലേ അമ്മേ? നല്ല കാറ്റുണ്ട്. നമ്മളിപ്പം പുറത്തല്ലേ? ദേവമ്മയും ദേവമ്മയുടെ 2 മക്കളും. അതെ, ഞാൻ ഭാഗ്യം ചെയ്തവളാ. എന്തൊരു സന്തോഷാന്നറിയോ ഇപ്പൊ. ഈ സന്തോഷം മാത്രം മതിയോ അമ്മയ്ക്ക്? ഇതിലും അപ്പുറം എന്ത് സന്തോഷം എനിക്ക് വേണ്ടത്? അല്ല, മകളാ ചോദിക്കുന്നത്. സത്യം പറയണം. ദേവമ്മയുടെ മുമ്പോട്ടുള്ള പ്ലാനുകൾ എന്തൊക്കെയാ? എന്ത് പ്ലാനുകൾ? ചെമ്പകമംഗലത്തെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. അത് മാത്രം എന്റെ ആഗ്രഹം. അത് തന്നെ ഞങ്ങൾ ചോദിക്കാൻ പോകുന്നേ. ചെമ്പകമംഗലത്തുള്ളവരെല്ലാരും സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രം മതിയോ? ദേവമ്മയ്ക്കും ഒരു ജീവിതം വേണ്ടേ? മനസ്സിലായില്ല. അച്ഛനും മനസ്സിന്റെ സന്തോഷം വേണ്ടേ? അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ സന്തോഷമാവാൻ അമ്മയ്ക്ക് അച്ഛനെ വിവാഹം കഴിച്ചൂടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.